ഫുൾ സാധനങ്ങൾ ലോഡിങ് ആണ് കേട്ടോ. ഉണ്ട് ലോഡിങ്, എല്ലാ സാധനവും ഉണ്ട് ലോഡിങ്. എന്താണ് മിസ്റ്റർ സുനിൽ സാധനങ്ങളൊക്കെ കഴിച്ചത്. ആൾക്കാർ സന്തോഷത്തിൽ കണ്ടുപോയി വയ്ക്കുകയാണേ. ഇതെന്താണ് മറ്റേ പെറ്റ് പ്രസവം കഴിച്ചിട്ട് വരുന്നു. ബക്കറ്റൊക്കെ കണ്ടില്ലേ? ഞങ്ങളെല്ലാ സാധനവും ഉണ്ടടി. തവ അതുണ്ടല്ലേ, വെളിച്ചെണ്ണ ഉണ്ട്. വെളിച്ചെണ്ണ ₹1 ഞങ്ങൾ ഹോട്ടലിൽ കൊടുക്കാനുള്ള പരിപാടിയില്ല. വെള്ളം മുതൽ 7 മണിക്ക് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ നല്ല ഫോഗായതുകൊണ്ട് ഞങ്ങൾ കുറച്ചില്ല. ഞങ്ങളുടെ ആചാരങ്ങളുണ്ടായിരുന്നതാണ്. ട്രിപ്പ് നേരെ ഇവിടുന്ന് നേരെ നമ്മള് മെസ്സിൽ പോകുന്നു, ഭക്ഷണം കൊടുക്കുന്നു. അതിനുശേഷം പിന്നെ അവിടെ നിന്ന് നേരെ നമ്മള് നമ്മുടെ താരിഫ് റോഡ് പോയിക്ക്, താരിഫ് പോയിക്ക് നേരെ പോകുന്നു, അലയൻ പിടിക്കുന്നു. അലയൻ പോയിട്ട് പിന്നെ അവിടെ പോയിട്ടാണ് ഇനി അടുത്ത പരിപാടികൾ തുടങ്ങണം. ഓക്കെ, പ്രൊസീജിയറും കാര്യങ്ങളും അറിയാലോ. എല്ലാം റെഡി അല്ലേ? ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു നല്ല കട്ട ഫോഗായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ലേറ്റായി ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഗൂഗിൾ മാപ്പെല്ലാം ഇട്ട് പതുക്കെ യാത്ര എന്തായാലും തുടർന്നു. കുറച്ച് വൈകി, ഒരു 1 മണിക്കൂർ മേലെ നമ്മൾ വൈകി. ഇപ്പോൾ ഒരുവിധം പോകെല്ലാം തെളിഞ്ഞു, റോഡെല്ലാം ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നു. കാണാനൊക്കെ നല്ല ഭംഗി ആയി തുടങ്ങി. 1222 കിലോമീറ്ററാണ്. ഈ 1222 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മളൊരു 150 കിലോമീറ്റർ നമ്മൾ താണ്ടിയതിന് ശേഷമാണ് കാണിക്കുക. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലുള്ളൂ. നമുക്ക് നമ്മുടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 156 കിലോമീറ്റർ ആണ് നമ്മളിപ്പം ഏകദേശം കവർ ആയിരിക്കുന്നത്. അപ്പോൾ അതേ പ്ലസ് ഇത് 1222 അറിയാൻ പറ്റുള്ളൂ. ഏകദേശം എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്? അപ്പം 1378 ആയിട്ടുണ്ടാവും. നമ്മൾ ഏറെക്കുറെ അബുദാബിയുടെ ഇത് അലയൻ റോഡ് പിടിക്കാൻ പോകുന്നുണ്ട്. റോഡാണ് പിടിക്കേണ്ടത്. അലയനിൽ നിന്ന് നമുക്ക് വരുന്നത് ഏകദേശം 1200 കിലോമീറ്റർ ആണ് വരുന്നത്. ഇവിടുന്ന് അലയനിലേക്ക് നമുക്കൊരു 150-160 കിലോമീറ്റർ ഉണ്ട് അല്ലേ? പക്ഷേ നമുക്ക് 2 ബോർഡറാണ് നമുക്കുള്ളത്. അതിനകത്ത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമുക്ക് മസ്ജിദ് ബോർഡർ ആണ്. മസ്ജിദ് ബോർഡർ അല്ലേ? മസ്ജിദ് ബോർഡറാണ്. കുറെ വീഡിയോസും അല്ലെങ്കിൽ നമ്മൾ കുറെ എന്താ പറയുക, ഗൂഗിൾ മാപ്പിലെല്ലാം നോക്കുമ്പോഴത്തേക്ക് എല്ലാം പറയുന്നത് പറയുമ്പോഴത്തേക്ക് മസ്ജിദ് ബോർഡറാണ് നല്ലത്. മസ്കറ്റ് ഏരിയയിലോട്ട് നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ വേറൊരു ബോർഡർ ഉണ്ട്. മസ്കറ്റ് ഏരിയയിലേക്ക്. പക്ഷെ നമുക്കിപ്പോൾ യൂസ് ചെയ്യേണ്ടത് മസ്ജിദ് ബോർഡറാണ്. ഇവിടുന്ന് മസ്ജിദ് ബോർഡറിലോട്ട് ഏകദേശം ഒരു 1020 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും തീർച്ചയായിട്ടും. അടുത്തൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഒരാൾ പറയുന്നത്. അതെ, എനിക്ക് നാണമാണെന്ന് പറഞ്ഞ് കിടന്നുറങ്ങണതില്ലേ. പക്ഷെ ഈ ഗ്രീനറിയുടെ ഇടയിൽ കൂടെ ഈ മല കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ? നല്ലൊരു ഭംഗിയാണ്. UAE അവസാനത്തെ പെട്രോൾ സ്റ്റേഷനാണ് നമ്മുടെ ബോർഡർ എത്തുന്നതിന് മുമ്പുള്ളത്. അട്നോക്കിൻ്റെ പെട്രോൾ സ്റ്റേഷൻ. ഞങ്ങൾ അവിടെ നിന്ന് ഒന്ന് ചായ കുടിച്ച് ഒന്ന് ഫ്രഷായി. ഇതിൻ്റെ അടുത്തുള്ള ചെക്ക് പോസ്റ്റാണ് ഇനി കാണുന്നത്. അടുത്ത് പോയാൽ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരത്തുനിന്ന് അങ്ങ് എടുക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഇത് UAE നിന്നും എക്സിറ്റ് ആവാനുള്ള ഇതാണ് UAE എക്സിറ്റിൻ്റെ നമ്മുടെ സാധനം. അന്നേരം വണ്ടി നിർത്തിയിട്ട് എടുക്കണല്ലോ. UAE നിന്ന് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് എക്സിറ്റ് ആയി. അതിനുശേഷം നമ്മുടെ വണ്ടിക്കുള്ള ഇൻഷുറൻസ് അവിടെ നിന്ന് എടുക്കണം. ഒരു 105 ദിറംസ് വരും. അപ്പോൾ അതിനുവേണ്ടി സുരേഷ് ഒമാൻ ഇൻഷുറൻസ്. UAE നിന്ന് എക്സിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ പാസ്പോർട്ടിൽ എക്സിറ്റിൻ്റെ ഒരു സീൽ അടിക്കുന്നുണ്ടോ. ഒമാൻ ഇൻഷുറൻസ് എടുത്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി ഒമാൻ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റിങ്ങിലാണ് ഇപ്പോൾ. അതിനുശേഷം നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ ആ ദൂരെ കാണുന്നതാണ് സ്കാൻ ചെയ്യുന്നതാണ്. വണ്ടി സ്കാൻ ചെയ്തിട്ടേ നമ്മൾ അപ്പുറം കടത്തി വിടും. എന്താ ഇൻഷുറൻസ് ഓക്കെ ആയോ? അവിടെ ഡിഫിക്കൽട്ടി ഉണ്ടോ വല്ലതും? ഡ്രൈവർ പൾവറൈസർ ഡിഫിക്കൽട്ടി എന്ന് പറയാൻ നമ്മൾ അവിടെ നേരെ ചെല്ലുന്നു. നമ്മൾ നമ്മുടെ എമിറേറ്റ്സ് ഐഡി കൊടുക്കുന്നു. നമ്മുടെ മുൾക്കിയ കൊടുക്കുന്നു. എമിറേറ്റ്സ് ഐഡിയും മുൾക്കിയും പേരൊന്നായിരിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ അതർ ഫ്രണ്ട്സിന്റെ ആരെങ്കിലും വെഹിക്കിൾ ആണെങ്കിൽ അതിന്റെ NOC അങ്ങനെ എന്തോ എന്തെങ്കിലും വേണം. നമ്മുടെ ആ ഒരു ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നും വന്നില്ല. നമ്മുടെ ഈ 2 ഡോക്യുമെന്റേ വാങ്ങിച്ചിട്ടുള്ളൂ. എത്ര രൂപ കൊടുക്കണം? അത് 105 ദിറംസ്. 105 ദിറംസ് ഫോർ 7 days. 7 days. പ്രൈവറ്റ് കാറിന് മിനിമം 7 days ആണ്. ഇപ്പൊ നമ്മൾ റെന്റേ കാർ ആണെങ്കിൽ മിനിമം 5 days ആണ്. ഓക്കെ. നമുക്ക് എല്ലാം കൂടെ ചേർത്ത് ഒരു 15-20 മിനിറ്റോളം എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ. അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഒമാൻ ബോർഡർ അവരുടെ ചെക്ക് പോസ്റ്റ്. നമ്മൾ ഓൾറെഡി ഇൻഷുറൻസ് ഉണ്ടല്ലോ. എവരിതിങ് ഈസ് പെർഫെക്റ്റ് നൗ. മുൽക്കിയുണ്ട്, നമ്മുടെ പാസ്പോർട്ടും ഉണ്ട്. ലെറ്റ്സ് മൂവ് നൗ. വിസയുണ്ട്. വി ക്യാൻ മൂവ് നൗ. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. ഇനി അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. വണ്ടിയുടെ UAE നിന്ന് വരുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പം UAE റെസിഡന്റ് നമ്മൾ ഓൾറെഡി വിസ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വലിയ പ്രശ്നമില്ല. ഇൻ കേസ് നമ്മൾ വിസ എടുത്തിട്ടില്ലെങ്കിൽ ഓൺ അറൈവൽ വിസയാണ് നമ്മൾ എടുക്കേണ്ടത്. ഓൺ അറൈവൽ വിസ നമുക്ക് ആപ്ലിക്കബിൾ ആകണമെങ്കിൽ
ഒഫീഷ്യലി അവർ പറയുന്നത് 6 months ആണ്, ബട്ട് അവർ ബോർഡറിൽ 3 months ചോദിക്കുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഓൾറെഡി നമ്മൾ വിസ എടുത്തിരുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം വന്നിട്ടില്ല. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് നമ്മൾ അവിടെ എക്സിറ്റ് അടിക്കുന്നു, യു എക്സിറ്റ് അടിക്കുന്നു. പെർ ഹെഡ് 35 dirhams ആണ്. ഓക്കെ, എക്സിറ്റ് അടിച്ചിട്ട് പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വണ്ടി ഓൺ ആയിരിക്കണം. നമ്മുടെ എമിറേറ്റ്സ് ഐഡിയിലും നമ്മുടെ മുൽക്കിയിലും സെയിം പേരായിരിക്കണം. അതിനുശേഷം നമ്മൾ അടുത്ത് ചെയ്യേണ്ട പരിപാടി എന്ന് പറയുമ്പോൾ പിന്നെ വന്നിട്ട് നമുക്ക് ഓറഞ്ച് കാർഡ് എടുക്കണം. ഓറഞ്ച് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അതായത് നമ്മുടെ അവിടുത്തെ മുൽക്കിയും നമ്മുടെ ഇൻഷുറൻസും വെച്ചിട്ട് ഒമാൻ ഇൻഷുറൻസ് എടുക്കണം. അതിന് ആക്ച്വലി നമ്മുടെ വണ്ടി പ്രൈവറ്റ് വെഹിക്കിൾ ആയതുകൊണ്ട് നമുക്ക് മിനിമം 7 ദിവസത്തേക്ക് നമുക്ക് തരുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ടാക്സി കാർ ആയിരുന്നെങ്കിൽ നമുക്ക് 5 ദിവസത്തേക്ക് കിട്ടും. ബട്ട് ടാക്സി വണ്ടി ആണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് NOC കാര്യങ്ങളൊക്കെ മേടിക്കേണ്ടി വരും. കുറെ കോംപ്ലിക്കേഷൻ ആണ്. നമ്മൾ അവിടെ നിന്ന് കുറെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യേണ്ടി വരും. നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾ ആയതുകൊണ്ട് നമ്മൾ അവിടെ ചെന്നിട്ട് 10.5 ഒമാനി റിയൽ ആണ്. അതായത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം 105 ദിറംസ് വരും. അത് നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ എന്ന് പറയുന്നത് ഒമാനിലേക്ക് എൻ്റർ ചെയ്യാൻ പോകണം. ആക്ച്വലി നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതും ഒമാൻ ആൻഡ് UAE രണ്ടിലും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു പ്ലേസ് എന്നാണ്. അതിനുശേഷം നമ്മൾ ഓറഞ്ച് കാർഡ് നമ്മൾ എടുക്കുന്നു. പിന്നീട് നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് ഒഫീഷ്യലി നമ്മൾ ഗേറ്റിൽ എൻട്രി ആവണം. ഗേറ്റിൽ എൻട്രി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിലൊക്കെ കണ്ടിട്ടില്ല, നമ്മുടെ ബാഗേജ് ഒക്കെ നമ്മൾ സ്കാൻ ചെയ്ത് പോകുന്ന പരിപാടി. അതുപോലെ നമ്മുടെ വെഹിക്കിൾ മൊത്തത്തിൽ സ്കാൻ ചെയ്യണം. അപ്പൊ ഈ സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് കുറെ നിബന്ധനകളും കാര്യങ്ങളുണ്ട്. അതായത് വണ്ടിക്കകത്ത് ആ സമയത്ത് ഗർഭിണികളോ കൊച്ചുകുട്ടികളോ പാടില്ല. എക്സ്ട്രാ അത് നമ്മൾ നോർമലി ഹോസ്പിറ്റലിൽ ചെന്നാലും ആ പരിസരങ്ങളിൽ എഴുതി വെക്കാറുണ്ടല്ലോ. അതുകൊണ്ട് അതെപ്പോഴും ശ്രദ്ധിക്കുക, കൊച്ചുകുട്ടികളോ ഗർഭിണികളോ ഉണ്ടെങ്കിൽ വണ്ടിക്കകത്തിരിക്കാൻ പറ്റില്ല. സോ ഇതിന് ശേഷം നമ്മൾ പോകേണ്ടതെന്ന് പറയുന്നത് ഇനി ഒഫീഷ്യലി നമ്മുടെ പാസ്പോർട്ടിൽ നമ്മൾ നേരത്തെ വിസ എടുത്തിട്ടുണ്ടെങ്കിലും ഒഫീഷ്യലി നമ്മുടെ പാസ്പോർട്ടിൽ നമുക്ക് എൻട്രി അടിക്കണം. അതായത് ഒമാന്റെ വിസ നമ്മുടെ സ്റ്റാമ്പ് ചെയ്യണം. അവിടെ പ്രത്യേകിച്ച് പൈസയൊന്നും ആവില്ല. അല്ല, പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മള് അതായത് അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു സ്ലിപ്പ് വരും. ആ സ്ലിപ്പ് ഇനി നെക്സ്റ്റ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി നമ്മുടെ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിക്കിയൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളും. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇനി ഒരു എക്സിറ്റ് പോർഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഓൾറെഡി നമുക്ക് സ്റ്റാമ്പ് ചെയ്തെന്ന് ആ സ്ലിപ്പ് നമ്മളവിടെ കാണിക്കുന്നു. നമ്മളിനി ഒമാനിലേക്ക് ഒഫീഷ്യലി എൻ്റർ ആവുകയാണ്. ഇത്രയാണ് നമ്മുടെ കടമ്പകൾ. ഇനി നമുക്കൊരു സിം വേണമെങ്കിൽ എടുക്കാം. നമുക്ക് അത്യാവശ്യം വേണ്ടെന്ന് പറയുന്നത് നമുക്കൊരു സിം വേണം. അല്ലെങ്കിൽ റേഞ്ച് ഉണ്ടാവില്ല. ഓൾറെഡി നമ്മളിപ്പോ ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചുകൊണ്ട് മാത്രം നമുക്കിപ്പോ കാണാൻ പറ്റുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഉറപ്പില്ല, അത് ലൈവായിട്ടുള്ള അപ്ഡേറ്റ്സുകളൊന്നും ഉണ്ടാവില്ല. നമുക്കിനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് നമുക്കൊരു എന്താ പറയാ സിം എടുക്കുകയാണ്. അതറിയില്ല എത്രത്തോളം ആവുമെന്ന് നോക്കാം. നമുക്ക് എന്തായാലും ഞാൻ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ഇവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് പോകാം. ഇവിടുത്തെ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടുത്തെ പെട്രോളിന്റെ മണവും ഗുണങ്ങളും. അവിടെ നമുക്ക് സിം എടുക്കാനുള്ളൊരു സൗകര്യം ഉണ്ട്. ഇതാണ് പെട്രോൾ പമ്പ് ഒമാൻ. പിന്നെ നമുക്ക് സിം ചോദിച്ചു നോക്കാം അവിടെ ഉണ്ടോ എന്നുള്ളത്. റോഡ് മോശമാണ് കേട്ടോ. റോഡ് ഭയങ്കര മോശമാണ്. ഇതുവരെയായിട്ട് ഒരു ഗ്രോസറി ഉണ്ട്. സിമ്മുണ്ട് ഏതാണ് സിം എടുക്കണമെങ്കിൽ പാസ്പോർട്ട് അവിടെ കടയിൽ കൊടുത്ത ശേഷം 65 ദിറംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 ഡേയ്സിന് 8 GB ഉള്ളൊരു സിം കാർഡ് കിട്ടുന്നതാണ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഒമാനിൽ വന്നപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് ഈ മൊബൈലിന് എന്തോ പ്രേതബാധ കൂടിയ പോലെ ഉണ്ട്. തന്നെയാണ് ഒന്നും ചെയ്യേണ്ട, തന്നെ മാറിക്കൊണ്ടിരിക്കും ഓരോന്നായിട്ട്. സന്തോഷിന് മൊബൈലാണ് പിടിച്ചു നിർത്താൻ നോക്കിയിട്ട് നടക്കണില്ല. സന്തോഷിന് നോക്കാം. സുനിലിന്റെ ഒരു ബുദ്ധി പ്രയോഗിക്കാനുള്ള പരിപാടിയാണ്. കയറിയിട്ട് കാണുന്ന കാഴ്ചയാണ്. അല്ലെ ഇബ്രീന്ന് ലെഫ്റ്റ് കയറി നമ്മൾ മസ്കറ്റ് പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളാണ്. അതില് ശ്രദ്ധിച്ചു ഇടയ്ക്കിടയ്ക്ക് അതെ കളർ വ്യത്യാസം വരുന്നുണ്ട്. മേ ബി എന്തെങ്കിലും ഒരു ഇതായിരിക്കും. ഈ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഈ പറയുന്ന ഡെപ്പോസിഷൻ ഒക്കെ ആയിരിക്കും. ഈ എന്തെങ്കിലും അതെ അല്ലല്ല ഈ ഇത് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കണമെന്ന് നമ്മൾ ഈ പറഞ്ഞു കേൾക്കാറില്ലേ, നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് പല മൂലകങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഖനനം ചെയ്തെടുക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ഇതായിരിക്കാം, പ്രസൻസ് ആയിരിക്കാം. പ്രകൃതിയുടെ വികൃതികൾ. പക്ഷെ ഇത് ഇവിടുന്ന് മൈനിങ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ മലയുടെ ഷേപ്പ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. കട്ട് ചെയ്ത് ഇതല്ല ഇടയ്ക്ക് ആ ഒരു ചുവപ്പ് കളർ വ്യത്യാസം നല്ലപോലെ അത് കാണുന്നില്ലേ. ഒരു കാഴ്ച അല്ലേ ഇത്. നമ്മൾ രാത്രി ഇതൊക്കെ ട്രാവൽ ചെയ്യണം. നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ
നമ്മുടെ അഭിപ്രായം വെച്ചിട്ട് ഡേ ടൈമിൽ തന്നെ ട്രാവൽ ചെയ്യുന്നതാണ് തോന്നുന്നില്ലേ നല്ലത്. രാത്രി കിടന്നുറങ്ങുമല്ലേ? രാത്രി കിടന്നുറങ്ങുന്നത് മാത്രമല്ല, ഈ ഒരു വ്യൂ ഒന്നും നമുക്ക് ഒരിക്കലും രാത്രി ഇത് കണ്ടില്ല. ഇത് ഒരു കളർ വ്യത്യാസം കാണുന്നില്ലേ? റെഡിഷ് ആണല്ലേ? നല്ല റെഡിഷ്, പ്രത്യേക റെഡിഷ്. എന്നാൽ കല്ലാണ് തോന്നുന്നു. ആയിരിക്കാം, കല്ലാണ്. അവിടെ കണ്ടില്ല, വേറൊരു കളർ വ്യത്യാസം കണ്ടില്ല, യെല്ലോ. ചിലപ്പോ ഭാവിയിലെ മാർബിളൊക്കെ ആവാനുള്ള കല്ലുകളായിരിക്കും. അങ്ങനെയുള്ള സാധ്യതയൊന്നുമില്ല. കാരണം ഇതൊക്കെ ഇടിഞ്ഞു വീണിട്ടുണ്ട് കുറച്ച്. ഇതൊക്കെ നല്ല നല്ല അതെ അതെ മണ്ണും കല്ലുകളും പാറക്കെട്ട് കളിക്കി കുറച്ച് നല്ല ഇടുങ്ങിയ റോഡാണ്. നല്ല വെട്ടിയെടുത്ത് അരിഞ്ഞെടുത്ത റോഡുകളും ബീച്ചുകളും. ഫുജേറയിൽ എങ്ങനെയുണ്ട്? ഇല്ല, ഫുജേറയില് ഈ ഒരു കളറില്ല. ഇതൊന്നും വേറെ ഒരു സ്ഥലമാണ്, വേറെ ഒരു ലോകത്തിറങ്ങിയ പോലെ ഉണ്ട് അല്ലേ? നല്ലൊരു കാഴ്ചയാണ്. നമുക്ക് ടൗൺ. പക്ഷെ നമ്മൾ നേരെ പോയിരുന്നെങ്കിൽ ഈ കാഴ്ച ചിലപ്പോൾ മിസ് ചെയ്തതിനായിരുന്നു. മെയിൻ റോഡാണ്. റൈറ്റ് സൈഡിൽ നമുക്കൊരു ചെറിയൊരു ടൗൺ കാണാൻ പറ്റുന്നുണ്ട്. അത് ഇബ്രീൻ്റെതായ സ്ഥലങ്ങളായിരിക്കും അല്ലേ? ഇതൊക്കെ ഇബ്രിയുടെ അണ്ടറിൽ അല്ല, ഞാൻ റൈറ്റ് സൈഡിലുള്ളത് കാണാൻ വേണ്ടി റൈറ്റിലേക്ക് തിരിച്ചു ആളെ കൂടെ കൊണ്ടു നടന്ന് കണ്ടിരുന്നത് കാര്യങ്ങളൊക്കെ അറിയാം. സന്തോഷ് ഭായിക്ക് ഇപ്പം അതിന് ലെവലെ കൊടുത്തിട്ടുണ്ട്. സൈക്കിളുണ്ട് കേട്ടോ ഇവിടെ. സൈക്കിളുണ്ട്. ആദ്യമായിട്ടല്ല, രണ്ടാമത്തെ തവണയാണ്. ഞാൻ മുമ്പ് ഒരു സൈക്കിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ബോർഡർ ക്രോസ് ചെയ്ത് ആ ട്രക്കുകളൊക്കെ പാർക്ക് ചെയ്തിരുന്നില്ല, സൈഡിൽ കൂടെ സൈക്കിൾ പോയിട്ടുണ്ടായിരുന്നു. ആ റെഡ് കാണുന്നല്ലേ? അത് കൂടുതൽ ഈ അൽമഹന്റെ പമ്പ് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ കാണുന്നത്? നമ്മള് ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ നമ്മുടെ UAE അണ്ണോക്ക് പോലെ നമ്മുടെ നാടെന്നാണ് കേട്ടോ വരുന്നത്. അപ്പൊ അത്രത്തോളം ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് UAE വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നാട് വരുന്നത്. അതല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇവിടെ വന്നുകൊണ്ടുള്ളത് അങ്ങനെയാണ്. ഇത് ഏതൊരു ടൗണാണ്? ഏതായിരിക്കാം? ഇബ്രീന്റെ ഏതെങ്കിലും സൈഡിലുള്ളൊരു ടൗൺ ആയിരിക്കാം. ഇബ്രി വൊക്കേഷണൽ കോളേജ് ഉണ്ടല്ലോ, ഇബ്രി തന്നെയാണത്. കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും ഇബ്രി തന്നെയാണ്. ആക്ച്വലി ഇതായിരിക്കാം യഥാർത്ഥ ഇബ്രി. മതിയല്ലേ? നമ്മൾ ആക്ച്വലി ഈ ലുലു ഇതാണ് നമ്മുടെ എവിടെ ചെന്നാലും ഉണ്ടാവും എന്ന് പറയുന്ന സാധനം. നമ്മൾ ഇവിടെ വന്ന് അതെ 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 മലയാളികൾ എവിടെ ഉണ്ടാവും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മളിപ്പോൾ ഈ കണ്ട ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഇബ്രിയിലെ പെട്രോൾ സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ ചുമ്മാ ഒന്ന് ബോണറ്റ് പൊക്കി നോക്കിയതാണ്. നോക്കി കഴിഞ്ഞപ്പോൾ റേഡിയേറ്ററിൻ്റെ ഒരു ബോൾട്ട് ചെറിയ ലൂസ്. അപ്പോൾ പിന്നെ അവിടുത്തെ ഒരു വർക്ക്ഷോപ്പിൽ നിന്നിട്ട് ഒരു 12-13 ഒരു ബോൾട്ടൊക്കെ മേടിച്ചങ്ങ് ഫിറ്റ് ചെയ്തു. ഫിറ്റ് ചെയ്തെന്ന് പറയുന്നത് ചെറിയ പട്ടണങ്ങൾ താണ്ടി ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഈ ഒമാൻ എന്ന് പറയുന്നത് ഇത്രമാത്രം നീളത്തിൽ നമ്മൾ കുറേയൊക്കെ മണലാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ മണലല്ല, മലകളാണ്. ഒരു 300 കിലോമീറ്ററുകളോളം നമ്മളിങ്ങനെ മലയിലൂടെയുള്ള യാത്ര, മലകൾക്കിടയിലൂടെയുള്ള ചില സ്ഥലത്ത് നദികൾ ഒഴുകുന്നത് പോലെ കാണാം. പക്ഷേ അതിൽ വെള്ളമില്ലാത്ത നദികളും അല്ലേ ഒരുപാടുണ്ട്. പക്ഷേ ആ നദികളിലൂടെ ആയിരിക്കാം ഒരു പക്ഷേ പെട്ടെന്നുള്ള മഴ പെയ്തു കഴിയുമ്പോൾ ഈ മലകളിൽ നിന്നുള്ള വെള്ളം ഒരുമിച്ച് കുത്തി ഒലിച്ച് വരുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള നദികളൊക്കെ ഇവിടെ താഴത്തെ വീടുകൾ കാണുന്നുണ്ട് അങ്ങനെ മലകളുടെ. പക്ഷേ എന്താണ് ഇവിടുത്തെ ബിസിനസ് ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം ഈന്തപ്പനത്തോട്ടങ്ങളോ അങ്ങനെയുള്ള ആടോ അല്ലെങ്കിൽ ഒട്ടകങ്ങളോ ഇതിനൊന്നും കാണാനില്ല. കുറേ ഉണങ്ങിയ കല്ലും ചെറിയ മലകളും. ഇപ്പോൾ മലയെല്ലാം ഇടിച്ച് കോറികളായിട്ട് ഇവർ ബിസിനസ് ഉണ്ടോ എന്നൊന്നും അറിയില്ല. ഉണ്ടാവുമായിരിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചെറിയ പള്ളികൾ കാണാം, കുറച്ച് വീടുകൾ. അത് കഴിഞ്ഞാൽ പിന്നെ കുറേ മലകൾക്കിടയിലൂടെ വഴികൾ, വീണ്ടും കുറച്ച് വീടുകൾ കാണാം. ബക്കാലകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ബക്കാല ചില സ്ഥലങ്ങളിലൊക്കെ വളരെ റെയറാണ് കേട്ടോ, ഒരുപാടില്ല. ഒരു 300 കിലോമീറ്ററോളം ഇതേ രൂപത്തിലാണെന്ന് പറഞ്ഞേക്കും. ഇനി എത്ര കിലോമീറ്റർ പോകണമെന്ന് അറിയില്ല നമുക്ക്. യിൽ നിന്നും തിരിഞ്ഞ് സലാലയിൽ നിന്നും നിസ്വയിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് അടിച്ച് കറങ്ങി നമുക്കിനി അടുത്ത പ്ലേസ് എന്ന് പറയുന്നത് ആടം അല്ലേ? നമുക്കിനി
വെടിക്കെട്ട്, പെരുന്നാളിന്റെ വെടിക്കെട്ട്. ആ നിസ്വ അന്തൊക്കെ യാത്ര ചെയ്തങ്ങ് ക്ഷീണിച്ചു അല്ലേ. ഞങ്ങള് മസ്കറ്റിൽ നിന്ന് ഏറെക്കുറെ ഒരു 100-120 കിലോമീറ്റർ വന്നതിന് ശേഷം ഒരു പെട്രോൾ പമ്പുണ്ട്, അൽമഹ പെട്രോൾ സ്റ്റേഷൻ. ഇവിടെ പട്ടി കിടക്കുന്നുണ്ട്, നായ്ക്കളുണ്ട്. ഒരു പെട്രോൾ പമ്പുണ്ട്, അവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. അബുദാബി വണ്ടികളൊക്കെ കുറവാണ്. എന്താടാ കിലോമീറ്റർ വണ്ടി ഓടിച്ച് ടയർഡായി പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. നിനക്ക് ക്ഷീണമൊന്നുമില്ലടാ? അവിടുത്തെ വയ്യാണ്ടായി ചായ കുടിക്കാൻ ചായ എന്താ പറയുക. 1000 കിലോമീറ്റർ ഉണ്ടായിരുന്നു മസ്കറ്റിൽ നിന്ന് നമ്മൾ വണ്ടി വിട്ടപ്പോൾ. ഏറെക്കുറെ നമ്മൾ 350 കിലോമീറ്റർ പോയി. ഇനി 650 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. സിംഗ റോഡാണ്, ലൈറ്റ് ഇല്ല എന്നുള്ളൂ. കുഴപ്പമില്ല, റോഡിൻ്റെ 2 സ്ഥലങ്ങളൊന്നും കാണാൻ കഴിയുന്നു. ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ഓപ്പൺ ഏരിയ, സൈഡ് ഓപ്പൺ ആയതുകൊണ്ട് ഇവിടുത്തെ ഈ ഡെസർട്ട് ആണെങ്കിൽ ഡെസർട്ടിന്റെ പ്രത്യേകം എന്താ ശ്രദ്ധിച്ചോ? ഡൂൺസ് ഒന്നും ഇല്ല എന്ന് തോന്നുന്നല്ല. ഒരു ടെറൈനാണ്. അതെ, ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ടെറൈനാണ്. മസ്കറ്റിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ട് 1000 കിലോമീറ്റർ ആയിരുന്നു. അതിലേറെക്കുറെ 100 കിലോമീറ്റർ ലൈറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 400 കിലോമീറ്റർ സെൻട്രലിൽ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് വീണ്ടും ലൈറ്റ് കാണുന്നുണ്ട്. മനസ്സിനെല്ലാം ഒരു കുളിർമ. പേര് വായിക്കാൻ പറ്റിയില്ല. ഇനി ഇവിടുന്ന് നമുക്ക് സലാലയ്ക്ക് ഏതാണ്ട് 570 കിലോമീറ്ററോളം ഉണ്ട് ഗൈസ്. നമ്മുടെ യാത്ര ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 5 മണി 5:30 അവിടെ എത്തുമെന്ന് പറയുന്നത്. ലൈറ്റ് വീണ്ടും കിട്ടുപോകാനുള്ള ഒരു വഴിയെ കാണുന്നുണ്ട്. ഈ പാലത്തിന്റെ മുകളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ലൈറ്റ് ഗൈസ്. അപ്പോൾ ലൈറ്റ് വീണ്ടും പോയി, വീണ്ടും നമ്മൾ അന്ധകാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടോ, പോയി, ലൈറ്റ് പോയി. എന്തൊക്കെയായിരുന്നു വന്നപ്പോൾ എല്ലാം പോയി. ഇനി 550 കിലോമീറ്ററോളം ഞങ്ങളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം ഗൈസ്. നമ്മൾ 500 കിലോമീറ്ററോളം ഇപ്പോൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. എവിടെ നിന്നും? മസ്കറ്റിൽ നിന്നും. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 വേ ട്രാഫിക്കാണ് കേട്ടോ. വളരെ അപകടകരമായ രീതിയിലുള്ള ശോചനീയമാണ്. വളരെ മെലിഞ്ഞ റോഡും മെലിഞ്ഞ തടി വെച്ച വണ്ടികളും. അതെ, ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ രാത്രി യാത്ര നിങ്ങൾ പരമാവധി കുറയ്ക്കുക എന്നാണ് ഞങ്ങളുടെ ഒരു അഡ്വൈസ്. ഞങ്ങൾ പെട്ടുപോയതാണ്, പെട്ടുപോയത്. ലൈറ്റുള്ള സ്ഥലം എത്തി കുഴപ്പമില്ല, പക്ഷേ ലൈറ്റുള്ള സ്ഥലം കാണുന്നില്ലല്ലോ. കാരണം ഈ വണ്ടിയൊക്കെ നമ്മുടെ നേരെ ഇങ്ങനെ വരിക. എത്രയോ കിലോമീറ്റർ കണക്കിനാണ് സ്ട്രൈറ്റ് ലൈനായിട്ട് റോഡുകൾ. ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ അടുത്തൂടെ പാസ് ചെയ്തു. അത്യാവശ്യം സ്പീഡിന് ഹൈ ബീമും ലോ ബീമുമായിട്ടുള്ള ചെറിയ ഗുസ്തികളൊക്കെ നടക്കുന്നുണ്ട് അവിടെ. ഇതുപോലെയുള്ള ഒരുപാട് ബസ്സുകൾ കാണാൻ കഴിയും നമുക്ക്. ഇത് എല്ലാം മസ്കറ്റിൽ നിന്നും സലാലയ്ക്ക് പോകുന്ന ബസ്സുകളാണ് ഫുള്ളായിട്ടുള്ളത്. 1030 കിലോമീറ്റർ ഉണ്ടായിരുന്നു നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ. ഇപ്പോൾ അത് 90 കിലോമീറ്റർ ആയിട്ട് നമ്മുടെ ഡ്രൈവർ പൾവറൈസർ ഇരുട്ടായതുകൊണ്ട് കാണുന്നില്ല, കുറച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചമുള്ളൊരു സ്ഥലത്തൊക്കെ വന്നിരിക്കുകയാണ്. തുമ്രയത്താണ് കേട്ടോ. അതിൻ്റെ ഒരു വെളിച്ചമാണ്. ഈ വെളിച്ചം കണ്ടപ്പോൾ സത്യം പറഞ്ഞുണ്ടല്ലോ, വല്ലാത്ത ഒരു മാനസിക സുഖം. ഇത്ര നേരം ഉറക്കം വന്നിട്ട് ഇങ്ങനെ കടിച്ചു പിടിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഇന്നലെ വൈകുന്നേരം 6:45 സ്റ്റാർട്ട് ചെയ്ത വണ്ടി ഇപ്പോൾ സമയം 6 മണിക്ക് ഇത് എത്തുള്ളൂ എന്ന് പറയണത്. ഇപ്പോൾ ടൈം 5 മണിയായി. 10-12 മണിക്കൂർ ഇങ്ങനെ പെടേന്നെ പെടാം. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒമാനിൻ്റെ ഒരു റോഡിൻ്റെയൊക്കെ ഒരു അവസ്ഥകൾ. ഈ ബസ്സൊക്കെ നമ്മളെ ഓവർടേക്ക് ചെയ്ത് വന്നാണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു 100 കിലോമീറ്റർ അല്ലേ ആയാൽ നമ്മൾ 100 ഇല്ല 90 ചില്ലാനും കിലോമീറ്റർ ആയാൽ
90 കിലോമീറ്ററായി. നമ്മൾ എവിടെ എത്തും? ദേ സലാല ബ്രേത്ത് കഴിഞ്ഞ് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സലാല എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നല്ലൊരു ഇറക്കമാണ് കേട്ടോ അവിടെ. ഈ വഴിക്ക് വരുമ്പോൾ എല്ലാവരും വളരെ സൂക്ഷിച്ച് മാനുവൽ ഗിയറെല്ലാം ഇട്ട് വണ്ടി ഓട്ടിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവനും സ്വത്തിനും നല്ലതായിരിക്കും. പുറത്താണ് കിടക്കുന്നതല്ലേ. വണ്ടിയുടെ ഗ്ലാസ്സിൽ കുറച്ച് മഞ്ഞുള്ളത് കൊണ്ട് ഇപ്പോൾ ക്ലിയർ ആയല്ലോ. എന്തൊരു ഭംഗിയും കാണാൻ. വല്ലാത്ത ഇടങ്ങാറ് പിടിച്ച് പണ്ടാറുണ്ട്. എന്തോ നാടേത് അങ്ങനെ ലേറ്റൊക്കെ ഉണ്ട്. ഇത്ര നേരം കുണ്ട്രാൻ റോഡ്, ഇപ്പം നല്ല ജങ്കറ. ഇതൊക്കെ ഞങ്ങൾ തിരിച്ചു മുട്ടത് എവിടെ കുഴിയോ കിണറോ ഒന്നും മനസ്സിലാവണല്ലോ. അയ്യോ, ഇതൊരു വല്ലാത്ത സംഭവം തന്നെയുണ്ടോ. ഒരു പ്രത്യേക തരത്തിലുള്ള റോഡുകൾ. എക്സിറ്റ് ഉണ്ട് അല്ലേ. അവിടെ ഹോട്ടലിൽ 17 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ എത്തിച്ചേരുന്നതാണ്. ഹോട്ടലിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉച്ച വരെ ഒരു ഉച്ച മയക്കം മയങ്ങും. പള്ളി ഉറക്കം ഞങ്ങളുടെ രാജാക്കന്മാർ ചോദ്യം നമ്മൾ പള്ളി ഉറക്കം എന്ന് പറയും അല്ലേ. സന്തോഷനെയോ പള്ളി ഉറക്കം തന്നെയല്ലേ നിങ്ങളുടെ നാട്ടിൽ പറയണത്? നമ്മൾ പള്ളി ഉറക്കം, പള്ളിച്ചോറ്, പള്ളിക്കുടി, പള്ളിക്കൂടം എന്നെല്ലാം പറയും. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ തന്നെ എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഏറെക്കുറെ നിരന്ന സമതല പ്രദേശത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ സമതല പ്രദേശത്ത് നിന്നാണ് ഇനി അടുത്ത അട്ടാസങ്ങൾ നമ്മൾ കാണിക്കാൻ പോണത്. അത് കാണുന്നത് വരെ നല്ലൊരു ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ട്, റഡാർ എന്ന് പറയും. അത്യാവശ്യം നല്ല വെള്ളിക്കട്ടൻ പാമ്പിനെ പോലെ ഉണ്ട് കാണുമ്പോൾ അല്ലേ. നോക്കി പെയിൻ്റൊക്കെ അടിച്ച് നല്ല ചന്തക്കാരനാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ പിടിക്കാൻ വേണ്ടിയിട്ടാണേ. സലാലയ്ക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് ഈ സലാല. ഇത് തന്നെയാണ് ഈ സലാല എന്ന് പറയുന്ന സ്ഥലം. ഇത്ര തന്നെയല്ലേ ഉള്ളൂ. ഇതിലിപ്പോൾ തെങ്ങൊക്കെ ഇപ്പോൾ എവിടെ നിന്ന് കണ്ടുപിടിക്കണം നമ്മൾ? ഇവിടെ ആൾക്കാർ തേങ്ങ കൊണ്ട് കയറാതൊക്കെയാണ് പറഞ്ഞു. പക്ഷെ നമ്മളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. കിട്ടുമായിരിക്കും അല്ലേ. 1500-2000 കിലോമീറ്റർ വണ്ടി ഓടിച്ച്. അതെ, 2000 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് വന്ന ഞങ്ങളാണ്. അല്ല, ഞങ്ങളെ പറ്റിച്ചു. റിസോർട്ട് സലാല. ഇതെവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും കേട്ടോ. നമ്മളിനി അടുത്തത് എത്തിയതിന് ശേഷം തെങ്ങും പറമ്പേ. അതെ, ഇതാണ് അപ്പോൾ നമ്മുടെ സലാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സലാല എയർപോർട്ട്. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ സലാല എയർപോർട്ടിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. പക്ഷേ നമ്മൾ എയർപോർട്ടിൽ പോകണില്ല കേട്ടോ. നമുക്ക് ഈ റൗണ്ട് ഔട്ട് നേരം ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റൂമിൽ പോയിട്ട് എടുക്കണം. ഇത് ഇവിടെ വരുമ്പോൾ കിട്ടുന്ന റൗണ്ട് ഔട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള റൗണ്ട് ഔട്ട്. ഇതിൻ്റെ എന്താണ് അടയാളം എന്ന് ചോദിച്ചാൽ നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ആരും കണ്ണിന് തോന്നിയത് ഇതാണ്. ലിറ്റിൻ എന്ന റൗണ്ട് ഔട്ടിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ അവിടേക്ക് പോകും. എക്സിറ്റ് ഉണ്ട്. സലാലയ്ക്കുള്ളത് റൈറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. നമ്മൾ സലാല പോകണം. ഞങ്ങൾക്ക് റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ റൂമിലേക്ക് പോകണം. ഇവിടുത്തെ ഒമാൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പ് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാം. അതായത് അത്യാവശ്യം തെങ്ങുകൾ കണ്ടു തുടങ്ങി. തെങ്ങുകൾ കണ്ടേ. തെങ്ങല്ലടത് ഏത്? What is this? This is for തെങ്ങ്. This is coconut, my dears. A day for university. പക്ഷെ തേങ്ങ കുറച്ച് വിരളമാണ്. എങ്കിൽ തന്നെയും തെങ്ങുകൾ നമുക്ക് കാണാം. പിന്നെ ഒരു ട്രഡീഷൻ ലുക്കിലുള്ള കുറേ മറ്റേ നമ്മുടെ വിളക്ക് മരങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ വിളക്ക് മരങ്ങൾ തെളിച്ചിട്ടില്ല. കറണ്ട് ഉണ്ടാകാത്തത് കൊണ്ടാണോ എന്നറിയില്ല. എങ്കിലും നല്ല ഭംഗിയുള്ള വിളക്ക് മരങ്ങളാണ്. പിന്നെ ഇപ്പോൾ ഇതാണ് ഒമാനിൻ്റെ രാജ്യവീജികൾ എന്ന് തന്നെ പറയാം. തെങ്ങാണ് ഇവിടുത്തെ മെയിൻ കൃഷി. പക്ഷെ തേങ്ങ കുറച്ച് കുറവാണെങ്കിൽ തന്നെയും തെങ്ങിന് കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്. ഇനി കുറച്ച് പോയാൽ വെറ്റില കൃഷിയും മറ്റും കാണുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വി ആർ വെയിറ്റിംഗ് ഫോർ ദ ലൈക്ക് ദാറ്റ് കൃഷീസ്. ഓക്കെ, നമ്മൾ ഹോട്ടലിൽ പോയിട്ട് അടുത്ത് നല്ല ലൈറ്റ്, നല്ല പാതയോര വെളിച്ചങ്ങൾ, വഴിവിളക്കുകൾ നന്നായിട്ടുണ്ട്. ഓക്കെ, പിന്നെ വലത്ത് സൈഡിലാണ് വേറെ എന്തൊക്കെയുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. Just we need some breaks and sleeping, then we will start shooting at this place. Thank you. നമ്മുടെ റൂം ഇറങ്ങി പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്നും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതെ, വളരെ നല്ല ഒരു ഹോട്ടൽ തന്നെ.
തപ്പിയെടുത്തു. ഒരു അന്നപൂർണ എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ അടുത്തായിരുന്നു. പക്ഷേ മലയാളി ഹോട്ടലാണ്, നല്ല ഹോട്ടലായിരുന്നു, നല്ല ഫുഡ്, അടിപൊളിയായിട്ട് നല്ല വാഴ ഇലയിലെല്ലാം വെച്ച് ചോറും പിന്നെ ഒരു മീൻ ഫ്രൈ മേടിച്ചായിരുന്നു. പിന്നെ വേറെന്താണ്, ചോറിൻ്റെ കൂടെ തന്നെ നല്ല എല്ലാ കറികളും നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. സൂപ്പറാണ്, ഒന്നും പറയാനില്ല. നല്ല സാമ്പാർ, രസം, പായസം മുതൽ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഷേരി പോലെ നല്ല മീൻ. സന്തോഷം ഒരു ഫ്രൈഡ് റൈസാണ് മേടിച്ചത്. നല്ല ഫുഡായിരുന്നു, സൂപ്പർ ഫുഡായിരുന്നു. ഞങ്ങൾ ഈ കഴിച്ച ഹോട്ടലിൻ്റെ പേര് മറന്നു കേട്ടോ. ഊണ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് സമയം വളരെ കുറവായിരുന്നതുകൊണ്ട് അവിടെ സലാലയുടെ ടൗണിലെല്ലാം കറങ്ങാനെല്ലാം ആയിട്ട് നമ്മളൊരു ഗൈഡിനെ കൂട്ടിയായിരുന്നു. അപ്പം ഗൈഡ് നമ്മുടെ കൂടെ ഇരുന്ന് വഴികളെല്ലാം പറഞ്ഞു തന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഈസി ആയിരുന്നു കാര്യങ്ങൾ. അല്ലെങ്കിൽ എല്ലായിടത്തും ചോദിച്ച് പോകുമ്പോൾ ഒരുപാട് വൈകും. സലാല ടൗണിൻ്റെ ഉള്ളിലുള്ള വഴികളാണ് ഈ കാണുന്നതെല്ലാം. രണ്ട് സൈഡും വലിയ ബിൽഡിങ്ങുകളൊന്നുമില്ല, എങ്കിൽ തന്നെയും കുഴപ്പമില്ലാത്ത ഒരു ടൗണാണ്. നമ്മൾ ഈ ഷാർജയുടെ അജ്മാൻ്റെ അകത്ത് കൂടെ പോകുമ്പോഴുള്ള ഒരു ഫീല്. ദുബായ് അബുദാബിയായിട്ടൊന്നും നമ്മൾ കമ്പയർ ചെയ്യരുത്. പക്ഷേ കുഴപ്പമില്ലാത്ത നല്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തെങ്ങാണ്. നമ്മുടെ കേരളത്തിലുള്ള കാട്ടിലും തെങ്ങ് കൂടുതൽ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. തേങ്ങ അധികം കണ്ടിട്ടില്ല. അത് എന്താണെന്നറിയില്ല, ഒരുക്കി വെച്ചത് കൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ നന്നായി രണ്ട് സൈഡും മരങ്ങൾ എന്ന് പറഞ്ഞാൽ തെങ്ങാണ് ഏറ്റവും കൂടുതലുള്ളത്. ഫുള്ള് തെങ്ങ് തന്നെയാണ്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇവിടെ ഈന്തപ്പന പിടിക്കില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സലാലയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്ര തെങ്ങുകൾ. അപ്പോൾ ഈ തെങ്ങ് എങ്ങനെ വന്നു എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഐഡിയ ഒന്നുമില്ല. കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നാണോ ഇനി മറ്റുള്ള വല്ല സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ തെങ്ങാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. ഇഷ്ടം പോലെ എല്ലാ രണ്ട് സൈഡിലും തെങ്ങിൻ്റെ ബഹളം തന്നെയാണ്. പിന്നെ കുറച്ച് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വാഴയും അത് നമുക്ക് പിന്നീട് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ തെങ്ങുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അവിടുത്തെ പാലസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സ്ഥലങ്ങളും അവരുടേതായിട്ടുള്ള കൃഷിയിടങ്ങളെല്ലാം ഉണ്ട്. ഈ ഭാഗങ്ങളിലെല്ലാം ഒരു 50 ഏക്കറിൽ ഫുള്ളായിട്ട് ഇവിടുത്തെ പാലസിൻ്റെ 50 ഏക്കർ സ്ഥലം ഉണ്ട്. അതിൽ ഫുള്ള് കൃഷിയാന്ന് പറഞ്ഞു. ഈവൻ നെല്ല് പോലും ഉണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ട്രാൻസ്ഫർ എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും വരുന്നത്. ഗവൺമെന്റ് പൈസ കൊടുക്കുമായിരിക്കും അല്ലേ? പിന്നെ സലാല ടൗണിൻ്റെ കുറച്ച് മാറിക്കഴിഞ്ഞാൽ സിറ്റി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ റോഡുകളിലും മിക്കവാറും ഈ ഒട്ടകങ്ങൾ ഒരുപാട് ഇങ്ങനെ ക്രോസ് ചെയ്യും കേട്ടോ. അത് വളരെ അപകടകരമാണ്. കാരണം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല. ഇതിന് സെയിം കളറാണല്ലോ ഒട്ടകത്തിനും അവിടുത്തെ മണ്ണിനൊക്കെ. അപ്പോൾ നമ്മൾ വണ്ടിയുടെ അടുത്ത് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ കാണുക. അവർ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, നമ്മളവർ മൈൻഡ് ചെയ്ത് പതുക്കെ വളരെ സൈഡാക്കി നിർത്തിയിട്ടോ ഇങ്ങനെയെന്ന് വെച്ചാൽ. പക്ഷേ അവിടെ ഉള്ളവർക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓടിച്ചിട്ട് പോകും. നമ്മൾ അബുദാബിയിലേക്കാണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ കെയർ ചെയ്യും. കാരണം പറഞ്ഞാൽ അവർ ഫെൻസെല്ലാം ഇട്ട് കറക്റ്റാണ്. ഇവിടെ ഫെൻസൊക്കെ ഉണ്ടെങ്കിലും വണ്ടി റോഡിൻ്റെ സൈഡിൽ ഒരുപാട് ഒട്ടകങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അല്ലേ ഇതാണ് സുൽത്താനയുടെ അമ്മാവിടെ ഊരെന്ന് തോന്നുന്നു അല്ലേ? ആ മരിച്ചത് വെച്ചിരിക്കുന്നത്. അതെ ഇവര് ദിവാനിലല്ലേ പാലസിലല്ലേ അവരല്ലേ പോയിട്ട് കുഴിയെല്ലാം എടുത്ത്. ഇതിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് സലാലയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ ഒരു കയറ്റമുണ്ട് കേട്ടോ. ഒരു ചെറിയ വേറൊരു സ്ഥലമാണ്, ഒരു വാദി അൽ, മറന്നുപോയി പേര്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലകൾ ഇഷ്ടംപോലെ മലകളാണ്. ഈ കയറി പോകുന്നത് മൊത്തം നമ്മൾ പല മലകളിലൂടെ കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ചെറിയ ചെറിയ മലകൾ, പക്ഷേ 20-25 കിലോമീറ്റർ അങ്ങനെ ചെറിയ കയറ്റവും ഇറക്കമൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഈ കാണുന്ന മലകളെല്ലാം ഇപ്പോൾ ചൂട് സമയമാണ് അവിടുത്തെ സലാലയിലെ. ഈ ജൂൺ ജൂലൈ മാസത്ത് മഴ പെയ്യും. അപ്പോഴാണ് ഈ ഖരീഫ് സീസൺ എന്ന് പറഞ്ഞിട്ട് നല്ല സീസൺ ടൈമാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന മലകളെല്ലാം പച്ചപ്പ് കൊണ്ട് പുതച്ചു നിൽക്കുന്നതാണ് പറയുന്നത്. അത്രമാത്രം ഭംഗിയായിരിക്കും. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ടൈമാണ് ഈ 2 മാസം. ഖരീഫ് സീസൺ എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. ഈ കാണുന്ന മലകൾ ഫുള്ള് പച്ചപ്പായിരിക്കും. ഇനി ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ ഒരുപാട് ഉറവുകൾ ഇപ്പോഴും ഉണ്ട്. ഇത്രയും ഉണങ്ങിയ മലകളാണെങ്കിലും അതിൽ പലയിടങ്ങളിലും ഉറവും അവിടെ അരുവികളും, അരുവി എന്നൊന്നുമല്ല, ചെറിയ നല്ല തോട്, കൈത്തോട് പോലുള്ള വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിപ്പോൾ അത് കാണാനാണ് പോകുന്നത്. ഇതിൻ്റെ കൂടുതൽ ഇനി വീഡിയോ നമ്മളിതിൻ്റെ പുറകിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് ടൈമായി. ആൾക്കാരെല്ലാവരും ഇത് എത്ര കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ നമുക്കൊരു ഇതായതുകൊണ്ട് അങ്ങനെ പോസ്റ്റ് ചെയ്താണ്. അപ്പോൾ നിങ്ങളെല്ലാം കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും വീഡിയോകൾ ഇതിൻ്റെ
ബാക്കിയുള്ള വീഡിയോസ് ഇതിൻ്റെ പുറകിൽ വന്നുകൊണ്ടേയിരിക്കും. ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് തീരുള്ളൂ. അപ്പോൾ അങ്ങനെ കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരിക, എല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്തോളാം. ആ ടൈമിൽ വന്നാലും നമുക്ക് ഇവിടെ വന്നതുകൊണ്ട് നമുക്കൊരു ഇങ്ങനെ സംഭവിച്ചല്ലോ அதுதான் அந்த ஒரு எக்ஸைட்மெண்ட் தான். പിന്നെ കറക്റ്റാണ് റൂള്. നമ്മ നാട്ടിലെ റൂൾ അതെല്ലാം ഇല്ല അല്ലേ? അതാണ് കറക്റ്റാ இருக்கும். പോലീസ് അങ്ങനെ വണ്ടി இருந்தாலும் ரெஸ்பெக்ட்டோட மாமா அதுதான் ஆஃப் ஆயிட்டா அவன் ரெஸ்பெக்ட்டோட இது பண்ணுவான். நம்ம ஊர்ல ചീത്ത പറയും. അതാണ് ഇങ്ങ ടൂറിസ്റ്റുകെല്ലാം നല്ല വില മതിപ്പിരിക്കുന്നത്. റൂൾസ് എല്ലാം നല്ല സ്ട്രിക്റ്റ് അല്ലേ? ഇവിടെ എല്ലാം നീ മഴക്കാലത്തെ അവസ്ഥ കൂടെ ആലോചിച്ച് നോക്ക്. വെള്ളം ഇപ്പൊ കൂടെ വെള്ളം വരുതാങ്ക മുമ്പ് ഇതെല്ലാം പാത്തീங்கன்னா വേറെ மாதிரி இருக்கும். അവിടെ ഉണ്ട് വെള്ളം. വരാൻ വേണ്ടി നമ്മൾ എവ്വളോ ട്രാവൽ പണിതാ വരണം. ഇത് പാക്ക വേണ്ടി എവ്വളോ ദൂരം ട്രാവൽ പണി വരണം. ഇൻ ബിറ്റ്വീൻ എല്ലാം അതെല്ലാം ഒരു അതിശയം തന്നെ. ഡെസർട്ട് താണ്ടി